മലയാളം സീസൺ 7 അങ്ങനെ എല്ലാവരും കഥ എഴുതി കഴിഞ്ഞ് ആദ്യത്തെ കഥ അവതരിപ്പിക്കാൻ വരുന്നത് അനീഷാണ്. അപ്പോൾ അനീഷിൻ്റെ കഥയുടെ പേര് ചെന്നൈ മലർന്നാണ്. അത് കഥ ഇങ്ങനെയാണ്. എയർപോർട്ടിലൂടെ നായകൻ ചെന്നൈയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് ഇരിക്കുന്നു. അപ്പം നായകനെന്ന് വെച്ചാൽ വളരെ മര്യാദക്കാരനും ഡീസൻ്റായി ഡ്രസ്സ് ധരിച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ജെൻറ്റിൽമാനാണ് നായകൻ. നായിക അതേ എയർപോർട്ടിൽ തന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബോബൊക്കെ ചെയ്ത് സിഗരറ്റൊക്കെ വലിച്ച് അലക്ഷ്യമായി മുടിയൊക്കെ പാറിയിട്ട് ഒരു നായിക. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നായകൻ ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റിലാണ് ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഈ നായികയും വന്നിരിക്കുന്നത്. സുന്ദരിയായ നായികയെ ആ നായകൻ മൈൻഡേ ചെയ്യുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞപ്പം നായിക ഉറങ്ങി നായകൻ്റെ തോളിലോട്ട് വീഴുകയാണ്. അപ്പം നായകന് ഭയങ്കര ഇറിറ്റേറ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ നായകൻ തട്ടി ഉണർത്തി പിന്നെ പെട്ടെന്ന് അവർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പരസ്പരം മിണ്ടുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പിറ്റേന്ന് നായകൻ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് BB കമ്പനിയാണ്. വളരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു അറിയപ്പെടുന്ന കമ്പനിയാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ നായികയും അവിടെ തന്നെയാണ് ജോയിൻ ചെയ്യാൻ വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുമ്പോൾ പെട്ടെന്ന് ഇന്നലെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട നായകനാണല്ലോ എന്ന് നായകന് നായികയെ ഓർമ്മ വരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി കുറേ ആൾക്കാരെ ആ കമ്പനിയിലെ മാനേജർ കൊണ്ടുപോകുന്നു. അപ്പം നായകൻ സ്ട്രൈറ്റ് ഫോർവേഡായ ഒരാളാണ്. കമ്പനിയുടെ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നു. പക്ഷേ വർക്കിലൊക്കെ വളരെ ഉത്തരവാദിത്തം കാണിക്കുന്നത് ഈ നായകനാണ്. നായികയാണെങ്കിൽ വൈകുന്നേരം ക്ലബിലൊക്കെ പോയി സിഗരറ്റൊക്കെ വലിച്ച് ചില സമയം ദേഷ്യം, ചില സമയം ജോലിയോട് നല്ല രീതി പുലർത്തുന്നു. പക്ഷേ ഏറ്റവും മികച്ച നല്ലൊരു അവിടുത്തെ ജോലി ഉദ്യോഗസ്ഥൻ എന്ന ഒരു ബഹുമതി നായകന് കിട്ടുകയാണ്. അപ്പം നായകൻ ആരാന്ന് വെച്ചാൽ അനീഷും നായിക ആദിലയുമാണ് അനീഷ് പറയുന്നത്. അപ്പം ആദിലയ്ക്ക് ഇതിൽ അസൂയ തോന്നുന്നു. അങ്ങനെ ആദില ഈ നായകൻ്റെ ജോലി എങ്ങനെയെങ്കിലും കളഞ്ഞ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ നോക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടുകാരികളായ നൂറായും പിന്നെ അനിമോളുമാണ് കൂട്ടുകാരികൾ. അവരോട് പറയുന്നു അങ്ങനെ ടെറസിൻ്റെ മുകളിൽ സിഗരറ്റൊക്കെ വലിച്ച് ആലോചിക്കുമ്പം ഒരു വില്ലനെ കൂട്ടുപിടിക്കുന്നത്. വില്ലൻ ഷാനവാസാണ്. അപ്പോൾ ഷാനവാസും ആ കമ്പനിയിലെ ജീവനക്കാരൻ തന്നെയാണ്. അത് കഴിയുമ്പോൾ ഷാനവാസ് ഇവരെ കൊടുക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി GM ഓർക്കും ഇവർ രണ്ടുപേരും കൂടാണ് ഇത് കളിച്ചതെന്ന് പറഞ്ഞ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മറീന ബീച്ചിൽ പോയി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇവർ പ്രണയത്തിലാവുന്ന. അവിടെ വെച്ച് സാബുമോൻ ലക്ഷ്മി എന്നിവരെ പരിചയപ്പെടുന്നു. പിന്നീട് ആണ് മനസ്സിലാവുന്നത് പിന്നെ ഷാനവാസാണ് ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്തതെന്ന്. അങ്ങനെ ഷാനവാസിന് മുഖംമൂടി അഴിഞ്ഞ് വീഴുകയാണ് കമ്പനിയിൽ. അങ്ങനെ ഇവർ വീണ്ടും ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് വീണ്ടും അവർ ചെന്നൈയിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി അതേ ഫ്ലൈറ്റിൽ തന്നെ പോവുകയാണ്. അതാണ് കഥ. ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.